ഒരു ചെടിയിൽ നാരങ്ങ ഉണ്ടായിരിക്കുന്നത് ഞാൻ കണ്ടു. എന്ത് നാരങ്ങയാണെന്ന് എനിക്കറിയില്ല. സംഭവം സൂപ്പർ തന്നെ. മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണല്ലേ. ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ ഒരിക്കലും അത് വൃത്തികേടാക്കാൻ ശ്രമിക്കില്ല. അറിയാതെ വൃത്തികേടായി പോയെങ്കിലേ ഉള്ളൂ. പക്ഷേ വൃത്തിയില്ലാത്തൊരു സ്ഥലമാണെങ്കിലോ നമ്മളത് കൂടുതൽ കൂടുതൽ വൃത്തിയില്ലാണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ഒരു കേസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വൃത്തിയായി ഇവിടുത്തെ അതോറിറ്റി സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പം മനുഷ്യരും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി. അതവിടെ എന്തോ പ്ലാസ്റ്റിക് അല്ല, അത് പെയിന്റാ. നമുക്ക് ദൂരെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും ഒരു മിഠായി കടലാസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സംഭവം കിട്ടി. അത് മിഠായി കടലാസ് തന്നെയാണോ? അല്ല കേട്ടോ, ഇലയാണ്, ഇല. അപ്പോൾ അതിലും പാളിപ്പോയി. നോക്കിക്കേ, റോസാപ്പൂക്ക് ഉണ്ടായി വെക്കുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും ടൗൺ ഇങ്ങനെ ഉണ്ടോ? എന്തൊരു രസമാണെന്ന് നോക്കിയേ. ഈ മുനിസിപ്പാലിറ്റിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് തുപ്പിയാൽ 500 രൂപ എന്നുള്ള നിയമം വന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ, ഈ ടൗണിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ തോന്നും. ഒരു ബോറിങ്ങും ഇല്ല. കാരണം അത്ര ഭംഗിയിലാണ് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. സൂപ്പറാണ്. ഇനി ഏതാണ് ഈ മുനിസിപ്പാലിറ്റി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? റോഡിൻ്റെ ഇരുവശവും വൃത്തിയായി ചെടിച്ചട്ടികൾ വെച്ചിട്ടുള്ള, റോട്ടിൽ ഒരു മിഠായി കടലാസ് പോലും കാണാൻ കിട്ടാത്ത സുൽത്താൻ ബത്തേരിയാണിത്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഞാൻ തോൽവി സമ്മതിച്ച്. എൻ്റെ പൊന്നെ, എനിക്ക് ഒരു മിഠായി കടലാസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഈ ടൗണിൽ നിന്ന്. അതിശയം തോന്നുന്നു കേട്ടോ. എന്തൊരു വൃത്തിയിലാണ് ഇവർ ഈ ടൗണ് കൊണ്ടുപോകുന്നത്. എന്ത് രസാണ്. ഓരോ ചെടിച്ചട്ടിയുടെയും ഉത്തരവാദിത്തം അത് ഏത് ഷോപ്പിന്റെ മുമ്പിലാണോ നിൽക്കുന്നത് അവിടെ ഉള്ളവർക്കാണ്. അവരാണ് അതിനൊക്കെ വെള്ളം ഒഴിക്കുന്നത്. നല്ലൊരു കാര്യമല്ലേ അല്ലേ? നമ്മുടെ കേരളത്തിൽ മൊത്തം വരണം ഇങ്ങനെ. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് ഒരു മാതൃകയാണ്, ഒരു സ്റ്റാൻഡേർഡാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വേണം ഇനി എല്ലാ നഗരങ്ങളും മഹാനഗരങ്ങളും വൃത്തിയിലേക്ക് വരാൻ. ഒരു രക്ഷയില്ല കേട്ടോ, സംഭവം പൊളിച്ച്. ഈ സുൽത്താൻ ബത്തേരിനെ വെല്ലാൻ വേണ്ടിയിട്ട് വൃത്തിയുടെ കാര്യത്തിൽ വേറൊരു ടൗൺ ഇല്ല. ആ കാര്യം ഷുവറാണ്. ഇവിടെ വന്നാലേ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എല്ലാവരും വയനാട്ടിലേക്ക് വരണം, വയനാട്ടിലെ കാഴ്ചകൾ കാണാൻ വരണം. അതിൻ്റെ ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലേക്ക് വരണം. പഴമയും പുതുമയും പിന്നെ വൃത്തിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ഭംഗിയാണ് സുൽത്താൻ ബത്തേരി. അടിപൊളി തന്നെ കേട്ടോ. ഞാൻ നിങ്ങളെല്ലാവരെയും വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, സുൽത്താൻ ബത്തേരിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഇത് വൃത്തി നിങ്ങൾ കണ്ടു തന്നെ അറിയണം. കാരണം നിങ്ങൾ ഇന്ത്യയിലോ കേരളത്തിലോ ഏത് സിറ്റിയിലോ ഏത് പട്ടണത്തിലോ ജീവിച്ച ആളാവട്ടെ, സുൽത്താൻ ബത്തേരി നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.